സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്ക് ഏവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ചിന്തയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 8, 16, 17 തിരുവചനങ്ങൾ. വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവിടുന്ന് വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. യേശു നമ്മുടെ ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവർത്തിയാകുവാൻ തന്നെ. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 16, 17 തിരുവചനങ്ങളിൽ ദൈവപുത്രനായ ക്രിസ്തുനാഥൻ ഈ ഭൂമിയിൽ മനുഷ്യരൂപത്തിലായിരുന്നപ്പോൾ ചെയ്ത ചില ദൈവപ്രവൃത്തികളാണ് നാം വായിച്ചു കേൾക്കുവാനിടയായത്. ഒരു ദിവസം വൈകുന്നേരം യേശുവിനടുക്കൽ ചില മനുഷ്യർ പല ഭൂതഗ്രസ്തരെ അഥവാ പിശാച് ബാധിച്ചവരെ, ദുരാത്മാക്കൾ, അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെ കൊണ്ടുവരികയാണ്. യേശു ആ സമയം ചെയ്യുന്നത് തൻ്റെ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കുകയാണ്. യേശുവിൻ്റെ വാക്ക് ദൈവത്തിൻ്റെ വചനമാണ്. ആ ദൈവത്തിൻ്റെ വചനം ഇന്നും ദുരാത്മാക്കളെ നീക്കുവാൻ മതിയായതാണ്. ഇവിടെ സ്വർഗത്തിൽ നിന്നും ദൈവത്തിൻ്റെ ശക്തിയാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവനായി ഈ ഭൂമിയിലെ ദൗത്യത്തിന് വന്ന ക്രിസ്തുനാഥൻ തൻ്റെ അടുക്കൽ വരുന്ന ഭൂതഗ്രസ്തരെ വിടുവിച്ച് രക്ഷിക്കുന്നതാണ് നാം കാണുന്നത്. രണ്ടാമതായി നാം വായിച്ചു കേട്ട വേദഭാഗത്ത് സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി എന്ന് നാം കാണുന്നു. യേശുവിൻ്റെ അരികിൽ അനേകം വ്യാധിഗ്രസ്തരെ അഥവാ ദീനക്കാരെ പരസ്യ ശുശ്രൂഷാവേളയിൽ കൊണ്ടുവരുവാൻ ഇടയായി. അവരിൽ മുടന്തർ, മൂകർ, ബധിരർ, അതുപോലെ ഭൂതഗ്രസ്തർ, രക്തസ്രാവക്കാരി, പക്ഷപാത രോഗികൾ, ഈ പട്ടിക നീണ്ടുപോവുകയാണ്. നാനാവിധ രോഗത്താൽ ഭാരപ്പെട്ട ഒരു വലിയ സമൂഹം, അവരുടെ ചികിത്സകളും അവരുടെ പ്രയത്നങ്ങളെല്ലാം പരാജയപ്പെട്ട് യാതൊരു ആശ്വാസവും സൗഖ്യവും വിടുതലും ലഭിക്കാതെ ഒടുവിൽ യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരികയാണ്. യേശു എല്ലാവരെയും സൗഖ്യമാക്കിയെന്നാണ് നാം കാണുന്നത്. യേശു ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമെന്നെ ഈ ഭൂമിയിൽ മനുഷ്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സകലരെയും ആഴമായി സ്നേഹിക്കുന്നു. ആ ദൈവത്തിൻ്റെ സ്നേഹമാണ് കാൽവരിയിൽ നമുക്ക് വേണ്ടി തൻ്റെ അവസാനത്തുള്ള രക്തവും ഊറ്റിത്തന്ന് നമ്മെ പാപത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, ശത്രുവിൻ്റെ ക്രിയകളിൽ നിന്നും വിടുവിച്ച് രക്ഷിച്ച് നിത്യജീവൻ നൽകുവാൻ ദൈവത്തെ പ്രേരിപ്പിച്ചത്. ഈ സ്നേഹത്തിന് അഥവാ ഈ ദൈവസ്നേഹത്തിന് പകരം വയ്ക്കുവാൻ ഒന്നുമില്ല. യേശു നമ്മുടെ ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്നു എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം ദൈവം അരുളി ചെയ്തത് നിവർത്തി വരുവാനായിട്ടാണ് പരസ്യ ശുശ്രൂഷയിൽ നിരവധി അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു
ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചത്. ഈ യേശു ഇന്നും ജീവിക്കുന്നു. ഈ യേശുവിനരികിൽ വരുന്നവർക്ക് പാപക്ഷമയും രോഗശാന്തിയും സന്തോഷവും സമാധാനവും ദൈവകൃപയും പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. അതുകൊണ്ട് വൈകാതെ കർത്താവിനരികിൽ വരാം. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാം. ആ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. ആ യേശുവിൻ്റെ വാക്കുകൊണ്ട് ലഭിക്കുന്ന, വചനം കൊണ്ട് ലഭിക്കുന്ന വിടുതലുകൾ, അനുഗ്രഹങ്ങൾ, നന്മകൾ, സൗഖ്യങ്ങൾ പ്രാപിക്കാം. ആമേൻ. രഞ്ജിത